കൂട്ടുകാരി. കൂട്ടുകാരിയിൽ ഇന്ന് എഴുത്തുകാരി സോണിയ റഫീഖുമായുള്ള അഭിമുഖം കേൾക്കാം. സോണിയ റഫീഖുമായി സംസാരിക്കുന്നത് ഐശ്വര്യ. പ്രകൃതിയുടെ പച്ചപ്പും പ്രവാസത്തിന്റെ വേരുകളും സമന്വയിക്കുന്ന എഴുത്ത് ലോകമാണ് സോണിയ റഫീഖിൻ്റേത്. ഹെർബേറിയം എന്ന നോവലിലൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു സോണിയ. വിവർത്തനങ്ങളിലൂടെ ലോകസാഹിത്യത്തിലെ വിസ്മയങ്ങളെ മലയാളത്തിന് പരിചയപ്പെടുത്തി. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മളോടൊപ്പം സാഹിത്യകാരിയായ സോണിയ റഫീഖ്. നമസ്കാരം. നമസ്കാരം. 2016 ഹെർബേറിയം എന്ന ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത്. എഴുത്ത് എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ ഉള്ള ഒരു ശീലമായിരുന്നോ, എങ്ങനെയായിരുന്നു? ഞാൻ 2012-13 കാലത്തൊക്കെ ആനുകാലികങ്ങളിൽ ചെറുകഥകൾ എഴുതിയാണ് എഴുത്തിലേക്ക് വന്നത്. അതിനുശേഷം സിനിമാ നിരൂപണങ്ങൾ, ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ ആനുകാലികങ്ങളിൽ എഴുതി വന്നു. അവിടെ നിന്ന് പിച്ച വെച്ച് നടന്നാണ് നോവലിന്റെ ഒരു വിശാല ലോകത്തേക്ക് കടന്നത്. 2016 DC നോവൽ പുരസ്കാരത്തിന് വേണ്ടി രചനകൾ ക്ഷണിച്ചപ്പോൾ ഹെർബേറിയം എന്ന നോവൽ ഞാൻ അയക്കുകയായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ വായന ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എഴുത്തധികം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തൊരു മേഖലയായിരുന്നു. വായനയിലൂടെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. കുട്ടിക്കാലത്തുള്ള നമ്മുടെ പൂമ്പാറ്റ, ബാലരമ തുടങ്ങി ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലെയുള്ള കൃതികളിലൂടെ ആണ് ഗൗരവമേറിയ വായനയിലേക്ക് കടക്കുന്നത്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ വായിക്കുമ്പോൾ ആലിസ് എന്ന കുട്ടി അവളൊരു മുയൽപുത്തിലൂടെ ഇറങ്ങി താഴേക്ക് വീണ് പോകുന്ന ആ ഒരു അവസ്ഥ, അവൾ കാണുന്ന കാഴ്ചകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ എനിക്കൊരു വല്ലാത്ത ആശ്വാസവും ധൈര്യവും തരുമായിരുന്നു. കാരണം എൻ്റെ ഈ സങ്കല്പങ്ങൾ, എൻ്റെ ഈ വിഭ്രമാത്മകമായ ചിന്തകൾ, ഇതൊക്കെ സാധാരണമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ ലോകത്തുണ്ട് എന്നെനിക്ക് ധൈര്യം പകർന്ന ഒരാളായിരുന്നു ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ആലിസ്. വളർന്നു വന്നപ്പോൾ കൂടുതൽ ഗൗരവമേറിയ രചനകൾ ഒരു ടീനേജ് കാലത്തൊക്കെ മാധവക്കുട്ടിയിലേക്ക്, NS മാധവനിലേക്കും MTയിലേക്കും ഒക്കെ വായന കടന്നു. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ ഒന്നും മനസ്സിലാവാതെ പലതവണ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച അനുഭവമുണ്ട്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഏകാന്തതയുടെ 100 വർഷങ്ങൾ, മാർക്കേസിന്റെ പുസ്തകം, നോവലൊക്കെ വായിച്ചിട്ട് ഒന്നും മനസ്സിലാവാതെ വീണ്ടും വായിച്ച് അന്തമിട്ടിരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ കൂടുതലും വലിയ പുസ്തക ശേഖരമൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ലൈബ്രറികളിൽ നിന്ന് എടുത്ത് വായിക്കുകയായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ മുതിർന്നപ്പോൾ ജോലി കിട്ടുമ്പോൾ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുക അതൊരു ഐശ്വര്യത്തിന്റെയും സമ്പന്നതയുടെയും ലക്ഷണമായി കണക്കാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. വെള്ളായണി കാർഷിക കോളേജിലായിരുന്നു പഠനം. ആ ഒരു സമയത്തൊന്നും എഴുതുകയോ എഴുത്തു മത്സരങ്ങളിൽ പങ്കെടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? വെള്ളായണി കാർഷിക കോളേജിലായിരുന്നു എൻ്റെ ഒരു 6 വർഷ പഠനകാലം, BScയും MScയും ഒക്കെ. അപ്പോൾ ആ സമയത്തും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും ഒക്കെ എഴുത്തിലേക്ക് അധികം കടന്നിരുന്നില്ല. മത്സരങ്ങൾക്ക് കവിതയോ കഥയോ എഴുതി അയക്കുക അതൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ആയിരുന്നു കവിതകൾ എഴുതാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇപ്പൊ ഈയിടെ സ്കൂളിലെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഞാൻ സ്കൂളിലെ ഒരു എഴുത്ത് മാസികയിൽ ആദ്യമായി എഴുതിയ കവിതയും ലേഖനവും ഒക്കെ കുട്ടികളെ അവിടെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് അതിശയം തോന്നി, ഇതൊക്കെ ഞാൻ എഴുതിയതാണല്ലോ എന്ന് അതിശയം തോന്നുകയുണ്ടായി. അതിനുശേഷം എഴുതുന്നതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ദുബായിൽ എത്തിയതിന് ശേഷമാണ് എഴുത്ത് എന്നുള്ളത് ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് കടക്കുന്നത്. ദുബായിൽ എത്തിയ ശേഷം കേരളം ഒരുപാട് മിസ് ചെയ്തത് കൊണ്ടാണോ, അതോ കാർഷിക കോളേജിലെ ഒരു പശ്ചാത്തലം, പഠനത്തിന്റെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണോ ഈ പ്രകൃതി ഇത്ര കൂടുതലായിട്ട് കഥകളിലും നോവലിലും ഒക്കെ വരുന്നത്? വെള്ളായണി കാർഷിക കോളേജിലെ 6 വർഷം BSc MSc കാലം ഉള്ളിലേക്ക് ഇറക്കി വെച്ച ഒരുതരം മണ്ണെടുപ്പമുണ്ട്, ഒരു മണ്ണിണക്കം. 18 വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിലും എനിക്ക് അത്തരത്തിലൊരു മണ്ണിണക്കം കാത്തു സൂക്ഷിക്കാനായത് എൻ്റെ ചില ഉള്ളിലിരിപ്പുകളൊക്കെ വാക്കുകളായിട്ട് ഇങ്ങനെ പകർന്നു വെക്കാൻ സാധിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ കുട്ടിക്കാലം, ഞാൻ ജനിച്ച് വളർന്നത് കുളത്തൂപ്പുഴ എന്ന് പറയുന്ന തെന്മലയ്ക്കടുത്തുള്ള തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ഒരു പ്രദേശത്തായിരുന്നു. അപ്പോൾ അത് മലകളും കുന്നുകളും പുഴകളും ഒക്കെയുള്ള ഒരു ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ സിറ്റിയിലൊക്കെ വന്ന് താമസമായെങ്കിലും ഇതിങ്ങനെ ഉള്ളിൽ പച്ചപിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമായി കൂടെ ഉണ്ടായിരുന്നു. പ്രവാസ ജീവിതത്തിൽ കിട്ടുന്ന ഒരുതരം പ്രൈവസി ഉണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു അടഞ്ഞിരിപ്പിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, ഒരു ഏകാന്തതയുണ്ട്. അത് എഴുത്തിന്റെ ആ പ്രോസസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടു വളർന്ന മനുഷ്യർ, എൻ്റെ നാട്, ഗ്രാമപ്രദേശം, ഇതൊക്കെ എപ്പോഴും എഴുത്തിൽ അറിയാതെ കടന്നു വരുന്ന, കാരണം നാടിനെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ അറിയാതെ അത് എഴുത്തിലേക്ക് കടന്നു വരാറുണ്ട്. മലയാളിയെ ദൂരെ നിന്ന് കാണാനും വിലയിരുത്താനും പ്രവാസം സഹായിക്കുന്നു എന്നൊരിക്കൽ പറയേണ്ടായിട്ടുണ്ട്. ഈ ദൂരക്കാഴ്ച താങ്കൾ എഴുതുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനെ ഒക്കെ എത്രത്തോളം സ്വാധീനിക്കാറുണ്ട്? മലയാളി എന്തെന്നും ഞാൻ എന്തെന്നും കൂടുതൽ മനസ്സിലാക്കി
മനസ്സിലാക്കുന്നത് പ്രവാസത്തിലെത്തിയതിന് ശേഷമാണ്. കാരണം നമ്മുടെ നാട്, ഇവിടുത്തെ ഭൂപ്രകൃതി എല്ലാം വിട്ടകന്ന്, നമ്മുടെ ഉറ്റവർ, പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ എല്ലാവരെയും വിട്ടകന്ന് ഇത്ര ദൂരെ പോയി ജീവിക്കുമ്പോൾ അവിടെ കാണുന്ന പുതു സാഹചര്യങ്ങൾ, പുതു രുചികൾ, ഗന്ധങ്ങൾ, ഭക്ഷണം പോലും മറ്റൊന്നാണ്. പല പല സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ, ഒരു മൾട്ടിക്കൾച്ചറൽ സ്പേസ് ആണ് ദുബായ് എന്ന് പറയുന്നത്. അവരുമായൊക്കെ ഇടപെടുമ്പോൾ നമ്മൾ എത്രത്തോളം മാനസികമായ ഒരു വിശാലതയുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നാരോ മൈൻഡഡ് ആണ്, നമുക്ക് എത്രത്തോളം മനുഷ്യരെ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെയൊക്കെ ഒരു അളവുകോൽ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നത് അവിടെ എത്തുമ്പോഴാണ്. അതുപോലെ പല ഭാഷ, ദേശ, പല നിറമുള്ള മനുഷ്യർ, ഇവരെയൊക്കെ നമ്മൾ എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യും, മനസ്സിലാക്കും, നമ്മൾ കൈപിടിച്ച് സ്വീകരിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ വ്യക്തിത്വം തന്നെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത് അവിടെ എത്തുമ്പോഴാണ്. പിന്നെ ഒരു പുതു സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ആ ഒരു അഡാപ്റ്റേഷൻ, സ്ട്രഗിൾ ചെയ്യാനുള്ള മനോഭാവം, ഇതൊക്കെ കൂടുതൽ കിട്ടിയത് അവിടെ എത്തിയപ്പോഴാണ്. പിന്നെ അത് മാത്രമല്ല, ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും, അങ്ങനെയുള്ള ഒരുപാട് എക്സ്പോഷർ അനുഭവങ്ങൾ കിട്ടാൻ പ്രവാസം തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾ, വ്യത്യസ്തമായ ജീവിതങ്ങൾ, ഇതൊക്കെ വിവർത്തനങ്ങളിലും വന്നിട്ടുണ്ട്. ഈ വിവർത്തനത്തിനായിട്ട് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് മാനസികമായ അടുപ്പം തോന്നുന്ന, എനിക്ക് ഒപ്പം സഞ്ചരിക്കാൻ തോന്നുന്ന എഴുത്തുകൾ, അത്തരം എഴുത്തുകൾ മാത്രമേ ഞാൻ ഇതുവരെ വിവർത്തനം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പബ്ലിഷർ ഒരു പുസ്തകം തന്നിട്ട് ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോഴും എനിക്ക് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്ന, എൻ്റെ സർഗാത്മകതമായി ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ ഒരു 6 മാസം 1 വർഷമൊക്കെ എടുക്കുന്ന ട്രാൻസ്ലേഷൻ ആണെങ്കിൽ എനിക്ക് ക്യാരി ചെയ്യാൻ സാധിക്കണമല്ലോ, ഇറങ്ങി ചെല്ലാൻ, ഉൾക്കൊള്ളാൻ സാധിക്കണം. അങ്ങനെയുള്ള എഴുത്തുകൾ മാത്രമേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ വിവർത്തനം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു ബ്രെയിനിന്റെ ഒരു എക്സർസൈസ് പോലെയാണ്. പിന്നെ പദസമ്പത്ത് വർദ്ധിക്കും. അത് മാത്രമല്ല, നമ്മളെപ്പോഴും വാക്കുകളോട്, വരികളോട് ഒക്കെ ഇടപെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സ്വന്തമായി ഒന്നും എഴുതാത്ത സമയത്ത് പോലും ഈ വിവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, ഈ വാക്കുകളുമായി ഇഴുകി ജീവിക്കുമ്പോൾ, സാഹിത്യ മേഖലയിൽ തന്നെയാണല്ലോ ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു വലിയ മനസമാധാനവും ഇഷ്ടത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നതിന്റെ സന്തോഷവും ഒക്കെ ലഭിക്കാറുണ്ട്. സ്വന്തം പുസ്തകങ്ങൾ ഹെർബേറിയവും പെൺകുട്ടികളുടെ വീടും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സ്വന്തമായിട്ട് വിവർത്തനം ചെയ്യാനായിട്ട് മറ്റു ഭാഷകളിലെ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ, അതായത് വിവർത്തനം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഒരു തൃപ്തി വരാറുണ്ടോ? എപ്പോഴും വിവർത്തനത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് തോന്നാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിവർത്തനം ചെയ്യപ്പെടുന്ന കൃതി തീർച്ചയായും അത് മറ്റൊരു പ്രോഡക്റ്റായിട്ട് തന്നെ കണക്കാക്കണമെന്നാണ് എൻ്റെ ഒരു നിലപാട്. ഒരിക്കലും നമ്മൾ മൂലകൃതിയിൽ നിന്നും വിട്ട് മറ്റൊന്ന് അതിനെ ആക്കാൻ പാടില്ല. എങ്കിൽ പോലും നോവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ഒന്നും പോസിബിൾ അല്ല. നോവലിലേക്ക് നമ്മൾ ഇഴുകി ഇറങ്ങി അതിന്റെ കഥാപാത്രങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഫിക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നോൺ ഫിക്ഷന് അങ്ങനെ വേണമെന്നില്ല. വിവർത്തനം കൃതികൾ എപ്പോഴും ആ മൂലകൃതിയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് നല്ലൊരു പ്രക്രിയയാണെന്ന് തോന്നുന്നില്ല. കാര്യം അതിന് അതിൻ്റെതായ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ എൻ്റെ കൃതികൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കിയത് മിനിസ്തി IAS ആണ്. ഹെർബേറിയം എന്ന ഹൗസ് ഓഫ് ഗേൾസ് എന്ന പേരിൽ എൻ്റെ 2 നോവലുകളും പുറത്തിറക്കിയത്. ഞാനൊരു വിവർത്തക കൂടി ആയതുകൊണ്ട്, ഒരു പരിഭാഷകയുടെ വേഷം അണിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മിനിസ്തി എൻ്റെ നോവൽ ചെയ്യുമ്പോൾ കടന്നുപോയ പ്രക്രിയ, അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചലഞ്ചസിനെ കുറിച്ചൊക്കെ ഒരു ഏറെക്കുറെ ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പത്തിൽ നടന്നു എന്ന് വേണം പറയാൻ. ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന കൃതികളിൽ എത്രത്തോളം അതിന്റെ കാമ്പ് നിലനിൽക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിന്റെ ഓതറാണ്. അപ്പൊ എൻ്റെ കേസിൽ ഇവരാരും മലയാളം അറിയുന്നവരല്ല എന്ന ഒരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതേസമയം എൻ്റെ നോവല് ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ എന്ന രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായ സജഷൻസ് പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. നല്ല രീതിയിലാണ് ആ വിവർത്തനം പോയത്. മലയാളത്തിൽ അത്ര കംഫർട്ടബിൾ അല്ലാത്ത പല വായനക്കാർ എൻ്റെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മലയാളത്തെക്കാൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. പെൺകുട്ടികളുടെ വീടൊക്കെ മലയാളത്തിൽ ഇറങ്ങിയതിനേക്കാൾ റെസ്പോൺസ്, പത്രങ്ങളിൽ വന്ന റിവ്യൂസ് ആയാലും വായനക്കാരിൽ നിന്നുള്ള റെസ്പോൺസ് ആയാലും എനിക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടിയെല്ലാം ലഭിച്ചത് ഇംഗ്ലീഷിൽ ഇറങ്ങിയപ്പോഴാണ്. അപ്പോൾ അതിന്റെ ഒരു വലിയ സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പുരുഷന്റെ ഏറ്റവും മടുപ്പിക്കുന്ന മുഖം ഭർത്തൃമുഖമാണ് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. സ്ത്രീകളെ മുൻനിർത്തി പെൺകുരിശ്, പെൺകുട്ടികളുടെ വീട്, ഇത്തരത്തിലുള്ള കൃതികൾ എഴുതുകയും ഉണ്ടായിട്ടുണ്ട്. സോണിയ റഫീഖ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫെമിനിസം എന്താണ്? പുരുഷന് ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൽ കൂടി
കടന്നു വന്ന് ഭർത്താവായി മാറുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത്ര കാലവും പഠിച്ചു വന്ന ആ ഒരു പ്രവണത അത് അവനിൽ നിന്നും മാറിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ആധുനിക രീതിയിൽ ചിന്തിക്കുന്ന സ്ത്രീ എന്ന രീതിയിൽ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ബോധമുള്ള ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇത്തരത്തിൽ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ കൂടി കടന്നു വന്ന, പാട്രിയാർക്കൽ വ്യവസ്ഥയിൽ കൂടി കടന്നു വന്ന ഒരു പുരുഷനെ നേരിടുന്നത് ഒരു ചലഞ്ച് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇത്ര കാലവും പല പല സ്ട്രഗിൾസിൽ കൂടിയും പല പല പോരാട്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു വന്നാണ് സ്ത്രീ ഇന്ന് കാണുന്ന ഇന്നിന്റെ സ്ത്രീയായി മാറിയത് എന്നുള്ളത്. ആ പോരാട്ടം നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പുരുഷന്മാരാണ്. ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നാലും നമ്മുടെ ഈ കണ്ടീഷനിങ്ങിൽ കൂടി കടന്നു വന്നവനാണ് അവൻ. പല കാര്യങ്ങളും അവന്റെ ബോധമണ്ഡലത്തിലേക്ക് ഇറക്കി വെക്കപ്പെട്ടതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ പലതും ചെയ്യേണ്ടി വരുമ്പോൾ, പലതും മനസ്സിലാക്കേണ്ടി വരുമ്പോൾ അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പൊ അതിൽ തളർന്നു പോകരുതെന്നാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്. ഈ പോരാട്ടം തുടരുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. പെൺകുട്ടികളുടെ വീട് എന്ന് പറയുന്ന നോവല് ഒരു ചരിത്രമുണ്ട്, അതില് മിത്തോളജി ഉണ്ട്. അതില് എണ്ണ വ്യവസായം വരുന്നതിന് മുൻപ് ദുബായിലെ ഒരു കഥ 1950കളിലാണെന്ന് തോന്നുന്നു. സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്, 3 സ്ത്രീകളുടെ കഥ. അതിന് ഒരു ചരിത്ര ഗവേഷണം നടത്തേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഈ പുസ്തകങ്ങൾ പൊതുവെ എഴുതുമ്പോൾ ഒരു ഗവേഷണം നടത്തുന്നത് രീതി എങ്ങനെയാണ്? എനിക്ക് യാത്ര ചെയ്തും ഗവേഷണം ചെയ്തും ലൈബ്രറികളിൽ പോയിരുന്ന് വായിച്ചും അങ്ങനെ ആ രീതി റിസർച്ച് ചെയ്ത് പുസ്തകം എഴുതുന്നത് എനിക്കിഷ്ടമാണ്. ആ ഒരു പ്രോസസ്സ് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒന്നാണ്. അതൊരിക്കലും എനിക്കൊരു ബേർഡൻ പോലെയോ ബുദ്ധിമുട്ട് പോലെയോ അനുഭവപ്പെടാറില്ല. ഇപ്പൊ പെൺകുട്ടികളുടെ വീടെന്ന നോവല് ദുബായ് പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട ഒന്നാണ്. ഇത്ര ദീർഘകാലം അവിടെ ജീവിച്ചിട്ടും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പൊതുവെ പ്രവാസികൾക്ക് അറിയില്ല. അറിയാത്തത് അവരുടെ കുറ്റമല്ല. കാരണം ഇവിടെ നിന്ന് ആരും ഫ്ലൈറ്റ് പിടിച്ച് അവിടേക്ക് പോകുന്നത് കഥ എഴുതാനോ കവിത എഴുതാനോ ഒന്നുമല്ല, അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കാനും അല്ല. അവിടുത്തെ തദ്ദേശീയരായാലും മാൻ പവർ ആയിട്ടാണ് പ്രവാസികളെ കണക്കാക്കുന്നത്. അപ്പൊ അവരുടെ കലയിലേക്ക്, സംസ്കാരത്തിലേക്ക്, ചരിത്രത്തിലേക്ക് ഒന്നും കടന്നു ചെല്ലാൻ പ്രവാസികൾക്ക് താല്പര്യവുമില്ല, അവരത് വെൽക്കം ചെയ്യുന്നുമില്ല. ആ രീതിയിലാണ് ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. ഈ നോവൽ എഴുതാനുള്ള സാഹചര്യം എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ദുബായിലെ ഗോൾഡ് സൂക്ക് ഏരിയയിലൂടെ, അത് വളരെ ഒരു പാരമ്പര്യമായി ഒരു ചരിത്രപ്രധാനമായ ഒരു ഇടമാണ്, ഗോൾഡ് സൂക്ക് ഏരിയയിൽ കൂടി വെറുതെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് കാണുകയാണ്, ബെയ്ത്ത് അൽ ബനാത്ത് എന്ന് എഴുതി വെച്ചു. ബെയ്ത്ത് അൽ ബനാത്ത് എന്നാൽ ഗേൾസ് ഹൗസ് എന്നാണ്, പെൺകുട്ടികളുടെ വീട്. ബെയ്ത്ത് എന്നാൽ വീട്, ബനാത്ത് പെൺകുട്ടി എന്നാണ്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മ്യൂസിയം. അത് ഒരിടത്തും ഒരു രാജ്യത്തും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. വല്ലാത്തൊരു കൗതുകം തോന്നി. അതിന്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അതൊരു പരമ്പരാഗത രീതിയിൽ പണിത ഒരു വീടാണെന്ന് മനസ്സിലായി. അതായത് 1940-50 കാലഘട്ടത്തിൽ പണിത ഒരു വീട്. അവിടെ ഈ മ്യൂസിയത്തിൽ പണ്ട് എമിറാത്തി സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ, വലിയ വലിയ കൂജകള്, കുട്ടികളെ ഉറക്കുന്ന തൊട്ടില്, അങ്ങനെ ഒരുപാട് അവരുടെ തയ്യൽ മെഷീനുകൾ, ഇങ്ങനെ ഒരുപാട് തയ്യൽ സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് 1950 കാലഘട്ടത്തിൽ 3 അറബ് സ്ത്രീകൾ വസിച്ചിരുന്ന വീടാണെന്നും അവരുടെ മരണശേഷമാണ് ഇതൊരു പ്രൈവറ്റ് ഓണർഷിപ്പിലെ മ്യൂസിയം ആക്കി മാറ്റിയതെന്നും അറിയാൻ കഴിഞ്ഞു. ഈ 3 സ്ത്രീകൾ 3 സഹോദരിമാരായിരുന്നു. അവർ ജീവിതകാലം ഉടനീളം അവിവാഹിതകളായി തുടർന്ന 3 പേരായിരുന്നു. അവർ സ്വന്തമായി സൂക്കിൽ ബിസിനസ്സുകൾ ചെയ്തും തുന്നൽ പണി ചെയ്തും ഒക്കെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി. അന്നത്തെ കാലത്ത് ഒരു മുസ്ലിം രാജ്യത്ത് ഈ സ്ത്രീകൾ എങ്ങനെയാണ് സ്വന്തമായി ബിസിനസ് ചെയ്ത് അവിവാഹിതകളായി പുരുഷന്റെ സഹായമില്ലാതെ ജീവിച്ചതെന്ന് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അങ്ങനെയാണ് ഇതിലൊരു താല്പര്യം തോന്നുന്നതും തുടർന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും പഴയ മിത്തുകള്, അവരുടെ കെട്ടുകഥകള്, പഴയ കവിതകള്, ഇതൊക്കെ ഞാൻ പല പല ലൈബ്രറികളിൽ നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങി. വീണ്ടും വീണ്ടും ഈ മ്യൂസിയത്തിലേക്ക് തിരിച്ചുപോയി പഴയ മനുഷ്യരുമായി സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ഒരാശയം നമ്മുടെ മനസ്സിൽ തോന്നി, ഒരു ത്രെഡ് എന്ന് പറയും നമ്മൾ പൊതുവെ. ഈ ത്രെഡ് പിന്നെ ഒരു കൃതിയായി വരുന്നതിന് എത്ര കാലതാമസം എടുക്കാറുണ്ട്? എഴുത്തിന്റെ ഒരു രീതിയെ കുറിച്ചൊന്ന് പറയും. എൻ്റെ എഴുത്ത് നോവലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യാത്രകൾ, ഡേറ്റ കളക്ഷൻ, റിസർച്ച്, ഇതിനൊക്കെ ഒരുപാട് കാലമെടുക്കും. പക്ഷെ എഴുത്തെന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സ്പീഡിയാണ്. എഴുതി തുടങ്ങിയാൽ ആ ഒരു ഫ്ലോയിൽ വളരെ വേഗം ഞാൻ എഴുതി തീർക്കും. നോവലൊക്കെ ആണെങ്കിൽ അതിന് ശേഷം വരുന്ന എഡിറ്റിങ്ങിന് വീണ്ടും ഒരുപാട് സമയമെടുക്കും. ഇപ്പം ഞാനൊരു നോവൽ എഴുതുന്നത് ഏകദേശം 4 വർഷത്തോളമായി അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. എഴുത്ത് പ്രക്രിയ ഏകദേശം ഒരു 6 മാസം കൊണ്ട് എഴുതി തീർക്കും.
ഇനിയിപ്പോൾ അതിനുശേഷമുള്ള എഡിറ്റിംഗ് പ്രക്രിയയിലാണ് ഞാൻ. അത് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ എടുത്തെന്നിരിക്കും. ചിലർ പറയാറുണ്ട് ചിലത് എഴുതി കഴിയുമ്പോൾ വളരെ ഡ്രെയിൻഡ് ആയി പോയി, ചിലത് എഴുതി കഴിയുമ്പോൾ വളരെ എനർജറ്റിക് ആയി മാറി, അവർക്ക് സ്വയം അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. എഴുതുന്ന പുസ്തകങ്ങളെ അനുസരിച്ചായിരിക്കും, എങ്കിലും പൊതുവെ ആ ഒരു എഴുത്തിന്റെ അനുഭവം എങ്ങനെയാണ്? പുസ്തകങ്ങളുടെയോ കഥയോ അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെ അതിൻ്റെ അനുഭൂതി ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. ഹെർബേറിയം എഴുതിയ സമയത്ത് ഞാനത് വളരെ രസിച്ചെഴുതിയൊരു നോവലാണ്. അതുകൊണ്ട് തന്നെ അത് വായിക്കുന്നവരും അത് ഇരട്ടി രസത്തോടെ വായിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് എഴുതുന്ന സമയത്ത് ടിപ്പു അങ്കുവാമയും ഒക്കെ എൻ്റെ വീടിനുള്ളിൽ എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ അടുക്കള സ്ലാബിലൊക്കെ ഓടിക്കളിക്കുന്ന ഒരു പ്രവണതയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഭയങ്കര ആസ്വദിച്ച് എഴുതിയൊരു നോവലായിരുന്നു. അതിനുശേഷം 53 പെൺകുട്ടികളുടെ വീടൊക്കെ കുറച്ചുകൂടെ സ്ട്രെയിൻ എടുത്ത് എഴുതിയ നോവലാണ്. കാര്യം അതിന് ഒരുപാട് ഡേറ്റ കളക്ഷൻ റിസർച്ച് ഒക്കെ ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ നോവല് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡ്രെയിൻഡ് ആയിപ്പോയൊരു നോവലാണ്. കാരണം അതൊരു ഫാമിലി സാഗയാണ്, ഹിസ്റ്ററി ഒരുപാട് വരുന്നുണ്ട്, കാലയളവ് വളരെ ദീർഘമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം ഡ്രെയിൻഡ് ആയിപ്പോയ, പിന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ വളരെ തീക്ഷ്ണമായ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ അനുഭവത്തിൽ കൂടി നമുക്ക് കടന്നു പോകും. അവർ വേദനിക്കുമ്പോൾ നമുക്കും വേദനിക്കും, അവർക്ക് ശരീരത്തിന് വേദന ഉണ്ടാകുമ്പോൾ നമുക്കും അനുഭവപ്പെടും. ആ രീതിയിലൊക്കെ പലപ്പോഴും ഡ്രെയിൻഡായി പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, വിശേഷിച്ച് ഇപ്പോൾ എഴുതുന്ന ഈ നോവലിന്റെ കാര്യത്തില്. വായനക്കാരുടെ ഒരു പ്രതികരണം നമുക്ക് കിട്ടാറുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളമായിട്ട് സാഹിത്യോത്സവങ്ങൾ നടക്കാറുണ്ട്. അതിപ്പോ വലിയ വലിയ ഉത്സവങ്ങൾ തൊട്ട് വളരെ ചെറിയ ഗ്രാമങ്ങളിൽ വരെ ഇപ്പോൾ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പോൾ പ്രധാനപ്പെട്ട സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്ത അനുഭവം ഉള്ള ആളാണ്. അപ്പോൾ വായനക്കാരുടെ ഒരു റിയാക്ഷൻ, എഴുത്തുകാർക്ക് അത് എങ്ങനെയാണ് സഹായകരമാകുന്നത്? ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഈ എഴുത്തുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അകന്നു നിന്നായിരുന്നു പൊതുജനം കണ്ടിരുന്നത്. അതായത് അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ദിനചര്യകൾ എന്താണ്, എങ്ങനെയാണ് അവർ എഴുതുന്നത്, എന്ത് തരം മനുഷ്യരാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നുള്ള ഒരു ധാരണ, ഒരു അപരത്വം അല്ലെങ്കിൽ ഒരു അന്യത്വം പൊതുസമൂഹത്തിൽ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതില്ലാതാവാൻ ഇത്തരം ഫെസ്റ്റിവലുകൾ നല്ലതാണ്. അതായത് വായനക്കാരുമായി അടുത്ത് ഇന്ററാക്ട് ചെയ്യുക, അത് എഴുത്തുകാരെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ പുസ്തകം വായിക്കുന്നവർ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് അറിയാനുള്ള, അല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിക്കാനുള്ള അത്തരം അവസരങ്ങളൊക്കെ ഒത്തുവരുന്നത് എഴുത്തുകാർക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ഇടങ്ങളിൽ നേരിട്ടിടപെടാനും എഴുത്തുകാർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുവാനും ചർച്ചകൾ നടത്താനും ആ ചർച്ചകളുടെ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണെന്ന് നേരിട്ടറിയാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം സജീവമാണ്, അതിലൂടെ ഒരു റെസ്പോൺസ് കിട്ടുന്ന രീതിയൊക്കെ എങ്ങനെയാണ്? ഒരു പുസ്തകം ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ ആനുകാലികത്തിൽ വന്നു കഴിയുമ്പോൾ അത് വായനക്കാരെ എൻ്റെ ഒരു പുസ്തകം ഇറങ്ങി എന്നുള്ളത് അറിയിക്കാൻ സോഷ്യൽ മീഡിയ തീർച്ചയായും എഴുത്തുകാർക്ക് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ദൂരെ ഇരുന്ന് ഒരു വായനക്കാരനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക, എങ്ങനെയാണ് അറിയിക്കുക, ആ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് തോന്നുന്നത്. ഒരു സംഭവം ഉണ്ടായി, അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഉടനെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുക, അതിന്റെ റെസ്പോൺസ് സ്വീകരിക്കുക, അങ്ങനെയൊന്നും പോകാറില്ല. എന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു സംഭവം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിക്ഷനാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്, എഴുത്തിലേക്ക് കൊണ്ടുവരാനാണ്. അതെ. എഴുത്തുകാരി ആയതിനു ശേഷമുള്ള വായന ഒരുപാട് മാറിയോ? തീർച്ചയായും മാറി വരുന്നുണ്ട്. മാറി വരുന്നത് മാത്രമല്ല, ഓരോ പുസ്തകവും നമ്മളെ ഓരോന്നാക്കി മാറ്റുന്നുണ്ട്. ഒരു പുസ്തകം വായിക്കുന്നതിന് മുൻപുള്ള ഞാനല്ല, എന്നിൽ എന്തെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടാവും, ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവും. അത് തന്നെയാണ് വായന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒപ്പീനിയൻസ് എല്ലാം മാറിയിട്ടുണ്ടാവും. ഓരോ പുസ്തകം വായിച്ചിറങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായി ഇറങ്ങണം എന്നുള്ളതാണ്. കണ്ടിന്യൂസ്ലി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാവണം മനുഷ്യൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ എത്തിയതിനു ശേഷം ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ അറബ് ആയിട്ടുള്ള ഒരുപാട് എഴുത്തുകാരെ ഞാൻ പുതുതായി അറിഞ്ഞു. വായന ആ രീതിയിൽ മാറി വന്നിട്ടുണ്ട്. പിന്നെ വായനയിൽ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. എഴുതുന്ന സമയങ്ങളിൽ കൂടുതലും ക്ലാസിക്സ് ആണ് വായിക്കാറുള്ളത്. പഴയ പുസ്തകങ്ങൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും അത് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് കൂടുതൽ സുഖം തരുന്ന ഒന്ന്. പിന്നെ പുതിയ എഴുത്തുകൾ മലയാളത്തിലുള്ളത് അധികവും നാട്ടിൽ വരുമ്പോഴാണ് വാങ്ങിക്കൊണ്ട് പോകാറുള്ളത്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പിന്നെ എല്ലായിടത്തും ലഭ്യമാണല്ലോ. എങ്കിലും ഞാൻ ഏറെക്കുറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വായനക്കാരി തന്നെയാണെന്നാണ് തോന്നുന്നത്. എഴുതാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എഴുതുന്നയാളാണ് ഞാൻ എന്ന് പറയുന്നവരുണ്ട്. ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം എൻ്റെ എഴുത്തുകൊണ്ട് ഉണ്ടാകണം എന്ന് പറയുന്നവരുണ്ട്. സോണിയ റഫീഖിന്റെ എഴുത്ത് എന്താണ്? വളരെ സ്വാർത്ഥമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു സാമൂഹിക പരിഷ്കർത്താവൊന്നുമല്ല. ഞാൻ എന്നെ
ഏറ്റവും സ്വതന്ത്രമായി ഏറ്റവും സത്യസന്ധമായി ആവിഷ്കരിക്കുന്ന ഒരിടമാണ് എനിക്ക് എഴുത്ത്. അതെനിക്ക് എൻ്റെ ആവശ്യമാണ്. എനിക്ക് എഴുതാതിരിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ. എഴുതിയില്ലെങ്കിൽ ഞാൻ വളരെ വിഷണ്ണയാവും, ഫ്രസ്ട്രേറ്റഡ് ആവും. എഴുതി കഴിയുമ്പോൾ ഞാൻ മറ്റൊരാളായി മാറുന്നു. എഴുതി കഴിയുമ്പോൾ ഉള്ള എന്നെ എനിക്കിഷ്ടമാണ്. ആ എന്നെ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. എഴുത്തിലെ രാഷ്ട്രീയം ഇതൊക്കെ അറിയാതെ കടന്നു വരുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഉറക്കം എണീറ്റിട്ട് ഓക്കെ ഒരു ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു കഥ എഴുതി കളയാം എന്ന് തീരുമാനിച്ച് എഴുതാൻ സാധിക്കുന്ന ഒരാളല്ല ഞാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ഒരു രാഷ്ട്രീയ മാറ്റം അതിനെ കുറിച്ചിട്ട് ഒരു കഥ എഴുതാം എന്ന് തീരുമാനിച്ചെഴുതാം, അങ്ങനെ എഴുതാൻ എനിക്ക് സാധിക്കാറില്ല. അത് ആവശ്യമാണെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഹെർബേറിയത്തിൽ തുടങ്ങി ഇപ്പോൾ ഉംവെൽറ്റിൽ എത്തി നിൽക്കുകയാണ്. ഉംവെൽറ്റ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഭാഷാ പദമാണ്. പരിസരം എന്നർത്ഥമുള്ള കഥാസമാഹാരമാണ് ഉംവെൽറ്റ് അല്ലെ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഉംവെൽറ്റ് എന്ന ജർമ്മൻ പദത്തിനർത്ഥം പരിസ്ഥിതി എന്നാണ്. പക്ഷേ പരിസ്ഥിതി എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ആഴമാർന്ന ഒരു അർത്ഥം അതിനുണ്ട്. അതായത് ഒരു ജീവിയുടെ, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളുടെ സംവേദനാത്മക അന്തരീക്ഷം. ഇപ്പോൾ ഓരോ ജീവിക്കും ഇന്ദ്രിയ അവബോധം ഓരോന്നാണ്. നമുക്കറിയാം, പൂമ്പാറ്റകൾക്ക് ചിറകിലാണ് അതിൻ്റെ കാതുകൾ, കൊതുകിന് കൊമ്പിലാണ് അതിൻ്റെ കാത്, വവ്വാലുകൾക്ക് അൾട്രാസോണിക് ശബ്ദം കേൾക്കാൻ സാധിക്കും, നമുക്കത് സാധിക്കില്ല. ആ രീതിയിൽ പാമ്പുകൾ അതിൻ്റെ നാവ് നീട്ടിയാണ് മണം പിടിക്കുന്നത്, എലി എവിടെയുണ്ടെന്ന് അറിയുന്നത്. ഇപ്പോൾ മീനുകൾ, വെള്ളത്തിലൂടെ മീൻ നീന്തി പോകുമ്പോൾ ഒരിക്കലും അതിൻ്റെ പാത ട്രേസ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ആ മീൻ പോയ വഴി ഏതാണെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അതേസമയം ഒരു നീർനായക്ക് അത് സാധിക്കും, അതിൻ്റെ ഇരയാണ്. അതുപോലെ ഓരോ ജീവിക്കും അതിൻ്റെതായ ഇന്ദ്രിയാവബോധമുണ്ട്. അതിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കില്ല, അതുപോലെ നമ്മുടെ ഇതിലേക്ക് കടന്നു വരാൻ അവയ്ക്കും സാധിക്കില്ല. അതാണ് ഓരോ ജീവിയുടെയും ഉംവെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ധനു എന്ന കുട്ടി, അവൻ്റെ പാരൻസ് സെപ്പറേറ്റഡ് ആണ്. അച്ഛൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അമ്മ കഥകളും പുസ്തകങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടി സർഗാത്മകത വെച്ച് പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. അമ്മ എവിടേക്കോ ഇറങ്ങിപ്പോയി, അച്ഛനോടൊപ്പമാണ് അവൻ ജീവിക്കുന്നത്. അവനൊരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആവാനാണ് ഇഷ്ടം, എങ്കിലും അവൻ്റെ ചിന്തകളും അവൻ്റെ സർഗാത്മകതയും അമ്മയെ പോലെയാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടവും അവൻ എന്ത് കരിയർ പെർസ്യൂ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആ തീരുമാനം ഒന്നാണ്, അതേസമയം അവൻ്റെ അവബോധവും അവൻ്റെ സർഗാത്മകതയും മറ്റൊന്നാണ്. അപ്പോൾ കുട്ടി വളരെ കൺഫ്യൂസ്ഡ് ആണ്. ആ ടീനേജ് പ്രായത്തിൽ ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാരൻസിനൊപ്പം ജീവിക്കുന്ന കുട്ടി ഈ ജീവികളുടെ ഉംവെൽറ്റുകൾ മനസ്സിലാക്കുമ്പോൾ അവൻ അതിനെ അച്ഛനും അമ്മയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അച്ഛൻ്റെ ഉംവെൽറ്റ് ഒന്നാണ്, അമ്മയുടെ ഉംവെൽറ്റ് മറ്റൊന്നാണ്. ഞാൻ ഇനി മുതൽ എൻ്റെ ഉംവെൽറ്റിൽ ജീവിക്കും എന്ന് ആ കുട്ടി തീരുമാനിക്കുകയാണ്. അത്തരത്തിലൊരു കഥയാണ് ഉംവെൽറ്റ്. ഓരോ കഥയിലൂടെയും നോവലിലൂടെയും വിവർത്തനത്തിലൂടെയും ഒക്കെ പുതിയ ഭൂമികകൾ തേടി പോകുന്ന ഒരു എഴുത്തുകാരിയാണ്. തീർച്ചയായും ഇനിയും എഴുത്തിലൂടെ പുതിയ പുതിയ വിസ്മയങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഒരുപാട് നന്ദി. എഴുത്തുകാരി സോണിയ റഫീഖുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. സോണിയ റഫീഖുമായി സംസാരിച്ചത് ഐശ്വര്യ. കൂട്ടുകാരി.